ഇപ്പോൾ കെ സുധാകരന് സീറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രശ്നമാവും. ഇവിടെ കോന്നിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാകും. അടൂർ പ്രകാശ് ആരാ? അടൂർ പ്രകാശ് ആരാ? അദ്ദേഹമാണ് ഈ സംഘടനയെ, ഈ സംവിധാനത്തെ മുന്നോട്ട് നയിക്കാൻ ചുമതലപ്പെട്ട ഒരാൾ. അപ്പോൾ ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും അമരക്കാർ, ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്ന നേതാക്കൾ, അല്ലെങ്കിൽ അടുത്ത ഞങ്ങൾക്ക് ഈ പറയുന്ന ഗാലക്സി ഓഫ് ലീഡർഷിപ്പിലെ പ്രധാനപ്പെട്ട മിന്നും താരകങ്ങളൊക്കെയാണ് നിലവിൽ കോൺഗ്രസിനെ ഇരുട്ടത്ത് നിർത്തിയിരിക്കുന്നത്, മഴയത്ത് നിർത്തിയിരിക്കുന്നത്. തിരിച്ചു വരാനുള്ള ദിവസങ്ങൾ വളരെ ചുരുങ്ങി പോവുകയാണ്. ഇന്നിപ്പോൾ എന്തായാലും ഡൽഹിയിൽ നിന്ന് കേരളത്തിലെ നേതാക്കളെല്ലാവരും ഇങ്ങോട്ട് വണ്ടി കയറുന്നു എന്നാണ് അറിഞ്ഞത്. സുധാകരൻ്റെ പ്രശ്നം അവിടെ നിൽക്കുന്നു. അത് ഹൈക്കമാൻഡിൽ നിന്നൊരു തീരുമാനം വരട്ടെ, ഞങ്ങൾക്കതിൽ പങ്കില്ല. രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുന ഖാർഗെയോ ഒക്കെ പ്രഖ്യാപിക്കുകയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. അപ്പോഴും കോന്നി ഒരു വലിയ പ്രശ്നമായി നിൽക്കുകയാണ്. അടൂർ പ്രകാശ് കൂടി മത്സരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം. പട്ടിക വരാൻ കാത്തിരിക്കുകയുമാണ്. കൊച്ചിയിൽ അതിനേക്കാൾ വലിയ പ്രശ്നം നടന്നതാണ്. നോക്കൂ, ദീപ്തി മേരി വർഗീസ് 2 തവണയായിട്ട് അവർ അനീതി നേരിടുകയാണ്. അവരോട് മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊരു അനീതി ഉണ്ടായി. അതിനുശേഷം അവർ വളരെ മനോഹരമായിട്ടാണ് അതിനോട് പ്രതികരിച്ചത്. വേറെ ആരെയും പോലെ പൊട്ടിത്തെറിച്ചോ ഒന്നുമില്ല. വളരെ നീറ്റായി, വളരെ രാഷ്ട്രീയമായ പ്രതികരണമാണ് നടത്തിയത്. ഇപ്പോൾ അവരോട് ഫ്ലെക്സ് വരെ പ്രിന്റ് ചെയ്തോളാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത്? അവരോട് ആരെങ്കിലും പറയാതെ അവർ സ്വന്തം നിലയ്ക്ക് പോസ്റ്റർ പ്രിന്റ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ഏകപക്ഷീയമായി ഫോൺ വിളിച്ച് പറയേണ്ട ഒരു കാര്യമായിട്ട് കോൺഗ്രസ് രാത്രിയിൽ 8 മണിക്ക് ശേഷവും യു പ്രൊസീഡ് എന്നാണ് കേന്ദ്രത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ നിർദ്ദേശം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ചോദിക്കുന്നത്, അത് ഈ കേന്ദ്രം ഏതാണ്? രാഹുൽ ഗാന്ധി വിളിച്ചിട്ടുണ്ടായിരിക്കില്ലല്ലോ അല്ലേ? അപ്പോൾ സ്വന്തം കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുന്ന ചിലരായിരിക്കുമല്ലോ ഈ യു പ്രൊസീഡ്. ഹൈക്കമാൻഡ് എന്തായാലും പേഴ്സണൽ മെസ്സേജ് അയക്കില്ലല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഇത് സ്വന്തം എന്തോ വീട്ടുകാര്യമാണെന്ന് വിചാരിക്കുന്നവരുടെ പ്രശ്നമാണെന്നാണ് ഞാൻ പറയുന്നത്. പാർട്ടി തീരുമാനത്തിന് മുൻപ് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്നവരെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം ഏൽപ്പിക്കുന്നിടത്ത് പ്രശ്നമുണ്ടെന്നേ.